ഹായ് ഹലോ ഫ്രണ്ട്സ്, അസ്സാം വലൈക്കും. അപ്പോൾ ഇന്നിതാ നിങ്ങൾ തമ്മിൽ കണ്ടിട്ടുണ്ടാവും എന്ത് ഐറ്റമാണ് കൊണ്ടുവന്നിരിക്കുന്നതെന്ന്. നമ്മൾ വാച്ചാണ് കേട്ടോ കൊണ്ടുവന്നിരിക്കുന്നത്. അതായത് ഇതേപോലത്തെ നമ്മളിപ്പോൾ കൂടുതൽ ട്രെൻഡിങ്ങിൽ നിൽക്കുന്നതാണ് ഈ ഒരു ടൈപ്പ് ബീഡ്സ്. ആ ഒരു ബീഡ്സ് വെച്ച് തന്നെയാണ് ഇത് വന്നിരിക്കുന്നത്. ഗ്ലാസ് ബീഡാണ്. അതിൻ്റെ തന്നെ പല കളറുകളും ഉണ്ട്. പല കളറുകൾ വന്നിട്ടുണ്ട്. ഇതുപോലത്തെ ഒരു ബോക്സിനകത്താണ് ഇങ്ങനെ വരുന്നത്. ഉണ്ടോ? ഇതാണ്. അപ്പോൾ ഇതിൻ്റെ തന്നെ ഇത്രയും കളേഴ്സാണ് നമുക്കുള്ളത്. ഗ്ലാസ് ഇതേപോലത്തെ ഗ്ലാസ് ആണ്. നല്ല കളർ പോകാത്ത ടൈപ്പാണ്. പിന്നെ നിങ്ങൾക്കിപ്പോൾ ഇത് തന്നെ വേണ്ടാന്നുണ്ടെങ്കിൽ നമ്മുടെ കയ്യിലുള്ള ഏത് ബീഡ്സ് വെച്ച് വേണമെങ്കിലും നമുക്കിത് ചെയ്തെടുക്കാം. കാരണം വെച്ചാൽ ഇത് ഇതേപോലത്തെ ഇലാസ്റ്റിക്കിലാണ് വന്നിരിക്കുന്നത്. കണ്ടോ, ഇലാസ്റ്റിക്കാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കിത് മാറ്റിയിട്ട് വേറെ കളർ ബീഡ് യൂസ് ചെയ്യാം. അതുപോലെ തന്നെ നമുക്കിപ്പോൾ കുട്ടികൾക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ, കുട്ടികൾക്ക് ഇപ്പോൾ ഇതെന്തായാലും കുറച്ച് വലിയ ടൈപ്പ് ആയിരിക്കും. കുട്ടികൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇത് മാറ്റാം. ഇത് ഇവിടെ നിന്ന് കെട്ടഴിച്ചിട്ട് കുറച്ച് 2-3 ബീഡ് കുട്ടികളുടെ സൈസ് അനുസരിച്ച് 2-3 ബീഡോളം മാറ്റിയിട്ട് അത് തന്നെ നമുക്ക് കെട്ടിയിട്ട് കൊടുക്കാം. കാരണം ബീഡ് എത്രയും മാറുമ്പോഴേക്കും ഇലാസ്റ്റിക് ഉണ്ടാവുമല്ലോ. അപ്പോൾ അത് വെച്ച് നല്ലപോലെ ടൈറ്റ് ചെയ്തിട്ട് കെട്ടി അങ്ങനെ നമുക്ക് കൊടുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ ഫുള്ളായിട്ട് ബീഡ്സ് മാറ്റിയിട്ട് വേറെ ഏത് ബീഡ്സ് വേണമെങ്കിലും നമുക്കിതിനകത്ത് ഇടാവുന്നതാണ്. കണ്ട, നല്ല കളറിലാട്ടോ. എല്ലാം ഗ്ലാസ് ബീഡ്സ് ആണ്. എന്തായാലും നിങ്ങൾക്ക് അറിയാമല്ലോ, ഇപ്പോൾ ഇതിൻ്റെ ബീഡ്സിൻ്റെ ക്വാളിറ്റി നിങ്ങൾക്ക് അറിയാൻ പറ്റും. എന്തായാലും കളർ പോകത്തില്ല. പിന്നെ വെച്ചതാ ഇത് ഞാൻ യൂസ് ചെയ്തിട്ടിരിക്കുന്ന കേട്ടോ. ഏകദേശം ഒരു 3 മാസം കഴിഞ്ഞു ഞാനിപ്പോൾ ഇത് യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട്. പക്ഷേ ഞാൻ ഒരുപാട് ബീഡ്സ് ഇതിൽ നിന്ന് മാറ്റിയിട്ടുണ്ട് കേട്ടോ. ഞാൻ ഈ ഒരു ബീഡ്സ് അല്ലായിരുന്നു. കുറേ ബീഡ്സ് നമുക്ക് പുതിയ മോഡൽ ഇങ്ങനെ വരുമ്പോഴത്തേക്കും ബീഡ്സ് കാണുമ്പോൾ ഇഷ്ടപ്പെടുന്ന അനുസരിച്ച് ഞാൻ ആ ബീഡ്സ് മാറ്റും. അങ്ങനെ മാറ്റി യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നതാണിത്. പക്ഷേ ഇതിട്ടിട്ട് കുറച്ചായി, ഇപ്പോൾ 1 മാസത്തോളമായി. അല്ലാതെ ഞാൻ ഇതിന് മുന്നേ ഒത്തിരി ബീഡ്സ് ഞാൻ ഇട്ടിട്ടുണ്ട്. കാരണം ചിലതൊക്കെ നമുക്ക് കുറേ ഇട്ട് കഴിയുമ്പോഴത്തേക്കും കളറ് പോകും. കയ്യിൽ അങ്ങനെ ഇടുന്നതല്ലേ, അപ്പോൾ അങ്ങനെ കളറ് പോകും. അപ്പോൾ കളറ് പോകുന്നതനുസരിച്ച് ഞാനത് മാറ്റും. ഇതിപ്പോൾ കുറച്ചായി. കാരണം ഇതിന് പ്രശ്നമൊന്നുമില്ല. കാരണം ഇതൊരു ഗ്ലാസ് തന്നെയാണ്. കണ്ടോ, അതുകൊണ്ട് ഇതിന് പ്രശ്നമൊന്നുമില്ല. ഇത് വെച്ചാൽ നമ്മൾ ചെയ്തിരിക്കുന്നത് നമ്മുടെ നൈലോൺ ഉണ്ടല്ലോ, ക്രിസ്റ്റൽ ടെക്ക്, അത് വെച്ചിട്ടാണ്. അത് വെച്ചിട്ട് ചെയ്ത് നല്ലപോലെ ആക്കിയിട്ട് ഒന്ന് ഉരുക്കി കൊടുത്തു. ഉരുക്കി ടൈറ്റ് ചെയ്ത് കുഴപ്പമില്ല. അപ്പോൾ നമുക്ക് നമ്മുടെ സൈസ് അനുസരിച്ച് ഇലാസ്റ്റിക് ആണ്. എന്നാൽ കൂടി ഇത് കുട്ടികൾക്കൊക്കെ എന്തായാലും വലുതായിരിക്കും. അപ്പോൾ അതാണ് ഞാൻ സൈസ് പറഞ്ഞത് കേട്ടോ. ബാക്കിയെല്ലാം ഇലാസ്റ്റിക് ആയതുകൊണ്ട് തന്നെ നമുക്ക് എല്ലാവർക്കും പാകമായിരിക്കും. ഇങ്ങനെയാണ്. ഇപ്പം ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ. ഓക്കെ, ഇപ്പോൾ ഇത്രയാണ് നമുക്ക് കളറ് വരുന്നത്. ഏകദേശം ഓരോ കളർ വീതിയേ ഉള്ളൂ തോന്നുന്നുണ്ട് എല്ലാം. അപ്പോൾ ഇത്രയും മോഡൽസാണ് കേട്ടോ വരുന്നത്. മോഡൽസ് എല്ലാം ഇത്രയും കളേഴ്സാണ് വരുന്നത്. നമുക്ക് ടൈമൊക്കെ കറക്റ്റ് ചെയ്തിടാം. ഇപ്പം ഞാനിപ്പോൾ വീഡിയോ എടുക്കുന്ന ടൈം ഇതാണ് കേട്ടോ. 3:30 ഇപ്പോൾ വീഡിയോ എടുക്കുന്ന സമയമാണ്. ഓക്കെ, അപ്പോൾ ഇതാണ്. അപ്പോൾ നമുക്കിതിൻ്റെ പ്രൈസ് വരുന്നത് 150 രൂപയാണ്. ഈ ഒരു ബോക്സ് 150 രൂപയാണ് വരുന്നത്. അപ്പോൾ വേണ്ടവർ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഇത് മാത്രമായിട്ടാണ് നിങ്ങൾ എടുക്കുന്നതെങ്കിൽ എന്തായാലും ഷിപ്പിംഗ് ചാർജ് ഉണ്ടാകും. അപ്പോൾ ഇപ്പം ഞാനിതിങ്ങനെ പറയുമ്പോഴത്തേക്ക് വേറെ എന്തെങ്കിലും എടുക്കുമ്പോൾ ഷിപ്പിംഗ് ചാർജ് ഇല്ല എന്നല്ല പറഞ്ഞത്. വേറെ എന്തായാലും നിങ്ങൾ അതിന് ഷിപ്പിംഗ് ചാർജ് ഒറ്റ ഷിപ്പിംഗ് വരുന്നുണ്ടല്ലോ. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിലാണെങ്കിൽ ഇതിന് വേറെ എക്സ്ട്രാ ഷിപ്പിംഗ് ഉണ്ടാവത്തില്ല എന്നാണ് കേട്ടോ പറഞ്ഞത്. അല്ല, നമുക്ക് എന്ത് പ്രൊഡക്റ്റ് അയക്കുവാണെങ്കിലും എന്തായാലും നമുക്ക് ഷിപ്പിംഗ് ചാർജ് ഉണ്ടാകും. ഓക്കെ, അപ്പോൾ ഇത്രയാണ് വരുന്നത്. നിങ്ങൾക്ക് വേണ്ടവർക്ക് വാട്സപ്പിൽ മെസ്സേജ് അയക്കാവുന്നതാണ്. പിന്നെ വേറൊരു കാര്യം വെച്ചാൽ, ഞാൻ പറഞ്ഞല്ലോ ഫസ്റ്റ് ടൈം എടുക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ 12 പീസോളം നമുക്കിതുള്ളൂ. വേണ്ടവർ പെട്ടെന്ന് മെസ്സേജ് അയക്കണേ. അപ്പോൾ ഓക്കെ, ബൈ.